മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മളാരും ഇതുപോലെയുള്ള റെസിപ്പികൾ ട്രൈ ചെയ്യാറില്ല വഴുതനങ്ങ ഉപയോഗിച്ചിട്ട്. അപ്പോൾ വഴുതനങ്ങ ഉപയോഗിച്ചൊരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് നോക്കാം. നമ്മുടെ വഴുതനങ്ങ മഞ്ചൂരിയനാണിത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വഴുതനങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, വലിയ പീസായി പോകരുത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോളയാണ്, അതും ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിയാക്കി കഴിയുമ്പോൾ പച്ചമുളക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് അറിയാതെ എടുത്ത് കടിക്കും. അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം വഴുതനങ്ങ ഒന്ന് വെള്ളം മാറ്റിയെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് വെള്ളം മാറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ വഴുതനങ്ങ ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഒന്ന് വെള്ളം മാറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ വഴുതനങ്ങയിലെ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നമ്മളിനി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് വെള്ളം തുടച്ച് മാറ്റാതെ ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദപ്പൊടി, 5 ടേബിൾ സ്പൂണാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് 10 പ്രാവശ്യം ഇട്ടാലേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ കൂടുതൽ ചേർത്തിട്ട് മൈദപ്പൊടി കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് മതി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഉപ്പ് ചേർക്കുന്നതാണല്ലോ, സോസുകളിലൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പൊടികൾ ഈ വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങി വരണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് കൂടുതൽ വാട്ടറി ആയിപ്പോവും, വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വയ്ക്കരുത് കേട്ടോ. അധിക സമയം വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നന്നായിട്ട് തുടച്ച് മാറ്റുക ഒരു ക്ലോത്ത് ഉപയോഗിച്ച്. അതിനുശേഷം മാത്രം മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പൊടി കൂടുതലായിട്ട് തോന്നാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് എടുക്കുമ്പോൾ പൊടി കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് പൊടി കൂടുതൽ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ ഭാഗവും കോട്ടായി കിട്ടണം. അതുപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ ചെയ്യരുത്, നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിനി കുറച്ചായിട്ട് നമ്മുടെ വഴുതനങ്ങയുടെ പീസുകൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം ചേർത്ത് കുഴച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തമ്മിൽ ഒട്ടിയിരിക്കും. അതുപോലെ തന്നെ ഇതിട്ടിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഉടനെ തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കുഴഞ്ഞു പോകും. അപ്പോൾ കുറച്ചായിട്ട് ഒരു 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇത്ര ഇടുന്നുള്ളൂ. ഇനി ഇതൊന്ന് കുക്കായി വന്നിട്ട് നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിക്കുകയോ ഇളക്കുകയോ ഒക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ കോട്ടിങ്ങൊക്കെ പോയി വഴുതനങ്ങ വല്ലാതെ കുഴഞ്ഞു വരും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നനവും കൂടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വഴുതനങ്ങയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്ന കാര്യം പറയാതിരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ആ ഒരു നനവും കൂടി വരുമ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കൂടുതലായിട്ട് വരുമല്ലോ. നമ്മുടെ വഴുതനങ്ങ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാൻ പാകത്തിനായിട്ടുണ്ട്. ഒരുപാടിട്ട് ഇളക്കി കൊടുക്കരുത്. ഒന്ന് ഇളക്കുക, അതിനുശേഷം വീണ്ടും വെയിറ്റ് ചെയ്യുക. കോൺഫ്ലവർ ചേർത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ, എന്നാലേ ക്രിസ്പി ആയി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ മൈദപ്പൊടി മാത്രമാണെങ്കിൽ അത്ര ക്രിസ്പി ആവില്ല. അരിപ്പൊടി ചേർത്താലും പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് കോൺഫ്ലവർ ചേർക്കണം എന്ന് പറയുന്നത്. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട്. അധികം സമയം എടുക്കില്ല. വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നനവില്ലാത്ത പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ സൗണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വഴുതനങ്ങയും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ എടുത്ത് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി, ആ എണ്ണയും ഒന്നുകൂടി ചൂടായി വരട്ടെ. എണ്ണയ്ക്ക് ചൂടുള്ളതാണ് ഓൾറെഡി. ഒന്നുകൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് തന്നെ ചേർത്തോളൂ. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സെഷ്വാൻ ചില്ലി സോസാണ് ഉള്ളത്. അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ടാവും, അതുകൊണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം, നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ കൂടുതലായിട്ട് പോകുന്നുള്ളൂ. ബാക്കിയുള്ള സമയം നമുക്ക് വേഗം തന്നെ കുക്കിംഗ് തീർക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കുക. ആ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഉപ്പൊന്നും ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോസുകൾക്കൊക്കെ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മാത്രം ഉപ്പ് ചേർക്കുക. ഇപ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർക്കുന്നില്ല, പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുന്നുള്ളൂ എന്നുള്ളത്. അത് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസും എല്ലാം വരുമ്പോൾ ആവശ്യത്തിൽ എരിവുണ്ടാവും. പിന്നെ നമ്മളിതിലൊന്ന് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം, ബ്രൗൺ ആവരുത്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കാം. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. അല്ലെങ്കിൽ ഫുഡ് കളർ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ചേർത്താലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സോസുകളാണ്. 1.5 ടീസ്പൂണാണ് നമ്മൾ സോയ സോസ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചില്ലി സോസാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കുക, റെഡ് ചില്ലി സോസ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുക. ഇതെല്ലാം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം മുളക് പൊടി ചേർക്കുന്നത്. ഞാനിപ്പോൾ ചില്ലി ഗാർലിക് സെഷ്വാൻ സോസാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിതൊരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, അധികം ചേർക്കുന്നില്ല. നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ സോസുകളൊക്കെ ഒന്ന് കുക്കായി വരണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഓവർ കുക്കായി പോകരുത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നത്. സോസുകളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ചേർക്കുക. ഇനി സോസുകൾ നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഒരു 2 മിനിറ്റ് സോസുകൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ആണോ വേണ്ടത് അല്ലെങ്കിൽ മല്ലിയിലയാണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. മല്ലിയില ചേർത്താലും കുഴപ്പമില്ല, സ്പ്രിംഗ് ഓണിയൻ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സ്പ്രിംഗ് ഓണിയനാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയാണ് കയ്യിലുള്ളതെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. അതിപ്പോഴല്ല, ലാസ്റ്റ് മതി. പിന്നെ ഈ ഒരു സമയത്ത് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫ്ലോർ ഉണ്ടല്ലോ, 1.5 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇത് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 2.5 ടീസ്പൂൺ കോൺഫ്ലോർ എടുക്കാം. നമ്മൾ ഒരുപാട് ഗ്രേവി ഉള്ള രീതിയിലല്ല ചെയ്യുന്നത്, അതുകൊണ്ട് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ മതി. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. വഴുതനങ്ങ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ സോസുകളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക.
ഇനി കോൺഫ്ലോർ ഒന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ കുക്കായില്ലെങ്കിൽ നമ്മുടെ കറിക്കൊരു റോ ടേസ്റ്റ് വരും. അതുകൊണ്ട് കോൺഫ്ലോർ നന്നായിട്ട് കുക്കായി വരണം. കുറച്ച് സമയം ഒരു 3 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അപ്പോൾ കോൺഫ്ലോർ കുക്കായി കിട്ടും. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ, ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല. അപ്പോൾ ഇനി ഇതൊരു 3 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. ഇത് രണ്ടും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചൂടുവെള്ളം, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വഴുതനങ്ങയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന വഴുതനങ്ങ മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വഴുതനങ്ങ മഞ്ചൂരിയൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയാണെങ്കിൽ ഇപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇഷ്ടമായല്ലോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണോ ഒപ്പത്തിൻ്റെ കൂടെയാണോ ഏതിൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കൂ. ചെറിയ ചൂടോടെ, ഒരു ഇളം ചൂടോടെ കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.